ഇങ്ങനൊരു മാമാങ്കം നടത്തി. അതിൽ എന്താണ് ഇതിൽ നിന്ന് നേടിയതെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അയ്യപ്പനെ വിലക്കെടുക്കാനുള്ള ഒരു ശ്രമമല്ലേ? പക്ഷെ അത് അത്ര എളുപ്പം പോകുന്ന ഒരു കാര്യമാണോ? ചിന്തിക്കണം. അയ്യപ്പനെ ഇങ്ങനെ വിലക്കെടുക്കാൻ പറ്റുന്നതാണോ? അയ്യപ്പനെ ഇങ്ങനൊന്നും വിലക്കെടുക്കാൻ ഒക്കത്തില്ല. അതാദ്യം മനസ്സിലാക്കണം. കുറേ ആളുകളൊക്കെ ഇതിനു വേണ്ടി അന്ന് കൂടൊക്കെ നിന്നു. രാഷ്ട്രീയക്കാർ, ആ പാർട്ടിക്കാർ മാത്രമല്ലാതെ വേറെ ആരും അവിടെ ഇല്ലായിരുന്നു. ഇനി ഏതായാലും ഒരു കാര്യം ചെയ്യാം. നമ്മുടെ ബഹുമുഖ്യമന്ത്രി ഭക്തനായി മാറിയ സ്ഥിതിക്കും അയ്യപ്പ ഭക്തനായിട്ട് അങ്ങോട്ട് മാറിയ സ്ഥിതിക്കൊക്കെ ഇനി സഖാക്കൾക്ക് തലയും മുണ്ടിടാതെ തന്നെ ഈ അമ്പലങ്ങളിലെല്ലാം പോവാം. മറ്റേത് ഇങ്ങനെ പോകണമെങ്കിൽ അതിന് യഥാർത്ഥത്തിൽ അനുവാദമൊക്കെ വാങ്ങിക്കണം. ഇനി അതിൻ്റെ ആവശ്യമില്ല. കാരണം മുഖ്യമന്ത്രിയാണല്ലോ പാർട്ടി, ബഹുമുഖ്യമന്ത്രിയാണ് പാർട്ടി. ബഹുമുഖ്യമന്ത്രി കാണിച്ചു കൊടുത്തു എന്തൊക്കെ ചെയ്യാം എന്ന്. ഇനി അതുകൊണ്ട് സഖാക്കൾക്ക് ഒരു ബത്തപ്പാടും വേണ്ട, ഒരു ഉളുപ്പുമില്ലാതെ, യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ക്ഷേത്രങ്ങളിലൊക്കെ പോകാം കേട്ടോ. ഒരു കുഴപ്പമില്ല. അതൊരു വലിയ കാര്യമല്ലേ?